നമസ്കാരം. ഓൺലൈൻ ചൂതാട്ടം ജീവനെടുത്ത നിരവധി വാർത്തകൾ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അത്തരത്തിലൊരു വാർത്ത നാം ഞെട്ടലോടെയാണ് കേട്ടത്. പാലക്കാട് കൊല്ലങ്കേട് സ്വദേശി ഗിരീഷ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യുവാവിന്റെ ആത്മഹത്യക്ക് പിന്നിൽ ഓൺലൈൻ റമ്മി കളിയും കളിയിലൂടെ വരുത്തിവെച്ച ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതയുമായിരുന്നു എന്നും യുവാവിന്റെ ഭാര്യ വ്യക്തമാക്കുന്നുണ്ട്. വീട്ടിലെ ഒരു തരി സ്വർണം പോലും വിറ്റ് റമ്മി കളിക്കുന്ന തരത്തിൽ കളിക്ക് അടിമയായി യുവാവ് മാറിയിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഭാര്യയുടെ സ്വർണം മുഴുവൻ ഗിരീഷ് റമ്മി കളിക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. തനിക്ക് ഏകദേശം 25 പവനിൽ കൂടുതൽ ആഭരണങ്ങൾ ഉണ്ടായിരുന്നതായി ഗിരീഷിന്റെ ഭാര്യ വൈശാഖ പറയുന്നു. ഈ സ്വർണം മുഴുവൻ ഗിരീഷ് കളിക്കാൻ ഉപയോഗിച്ചു. സ്വർണം വിറ്റും പണയം വെച്ചുമാണ് ഗിരീഷ് റമ്മി കളിക്ക് പണം ഇറക്കിയത് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇടയ്ക്ക് സ്വർണവും പണവും ഗിരീഷ് തന്നോട് ചോദിക്കുമായിരുന്നു എന്നും അവർ വ്യക്തമാക്കി. പലപ്പോഴും തന്റെ കയ്യിൽ പണമില്ല എന്ന് പറയുമായിരുന്നു. ഇതിന് മർദ്ദനമായിരുന്നു തനിക്ക് നേരിടേണ്ടി വന്നിരുന്നത് എന്നും വൈശാഖ വ്യക്തമാക്കി. റമ്മി കളിക്കാൻ പണം കിട്ടാനായി ഭർത്താവ് നിരന്തരം തന്നെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നും വൈശാഖ വെളിപ്പെടുത്തുന്നു. ആദ്യകാലത്ത് നല്ല സ്വഭാവക്കാരനായിരുന്നു ഗിരീഷ്. കോവിഡിനെ തുടർന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച കാലത്ത് വീട്ടിൽ ഒറ്റയ്ക്കായപ്പോഴാണ് ഗിരീഷ് റമ്മി കളിയിലേക്ക് തിരിഞ്ഞത്. അന്ന് നേരം പോകുന്നതിന് വേണ്ടിയാണ് ഗിരീഷ് റമ്മി കളിച്ച് തുടങ്ങിയത് എന്നും വൈശാഖ വ്യക്തമാക്കി. കളിയിൽ ഹരം കയറിയതോടെ പിന്നീട് അത് സ്ഥിരമായി മാറുകയായിരുന്നു എന്നാണ് വൈശാഖ പറയുന്നത്. ദിവസങ്ങളോളം അനങ്ങാതെ ഇരുന്ന് റമ്മി കളിക്കുന്ന സ്വഭാവം ഗിരീഷിന് ഉണ്ടായിരുന്നു അത്രേ. റമ്മി കളിക്ക് അടിമയായതോടെ ഗിരീഷിന് ലഭിക്കുന്ന ശമ്പളം മുഴുവനും ഇതിനായി ഉപയോഗിക്കുകയായിരുന്നു എന്നും വൈശാഖ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പലപ്പോഴും കളിക്ക് പണം തികയാത്ത സാഹചര്യങ്ങൾ വന്നിരുന്നു. അപ്പോഴാണ് ഭാര്യയുടെ സ്വർണം വിറ്റ് റമ്മി കളി തുടങ്ങിയത്. ഇതിനിടയിൽ തോൽവികൾ സ്ഥിരമായി. തോൽവികൾ മറക്കാൻ മദ്യപാനം കൂടി ആരംഭിച്ചതോടെ തകർച്ച പൂർണ്ണമാവുകയായിരുന്നു. അമിത മദ്യപാനത്തിന്റെ കൂടി ഫലമായി കടം വല്ലാതെ പെരുകി. ഈ സമയത്തൊക്കെ തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സാഹചര്യമായിരുന്നു എന്നാണ് വൈശാഖ പറയുന്നത്. രാവിലെ എഴുന്നേറ്റാൽ അന്നത്തെ കളിക്കായി പണം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഗിരീഷിന്റെ ചിന്ത. ഒരു തരി സ്വർണത്തിനായി വീട് മുഴുവൻ പരതുന്ന സ്വഭാവവും ഗിരീഷിനുണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. തോൽവികളും കടവും ഒക്കെ ജീവിതത്തിൽ വർദ്ധിച്ചപ്പോഴാണ് ഗിരീഷ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ആത്മഹത്യ ചെയ്യുമെന്ന് പലവട്ടം ഗിരീഷ് പറഞ്ഞെങ്കിലും വൈശാഖ അത് ഗൗരവമായി എടുത്തിരുന്നില്ല. ഇതിനിടെ റമ്മി കളി നിർത്താൻ പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനു മാത്രം ഗിരീഷ് വഴങ്ങിയിരുന്നില്ല. മാത്രമല്ല തന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് വർദ്ധിക്കുകയും ചെയ്തു. ഒടുവിൽ കടം കയറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഗിരീഷ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നും വൈശാഖ വ്യക്തമാക്കുന്നുണ്ട്. ഗിരീഷ് മരിച്ചതോടെ കുഞ്ഞു കുട്ടികളുമായി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് വൈശാഖ.